ഹായ്, ചിക്കുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ രാവിലെ ഈ സമയത്തൊക്കെ നല്ല മഴ ഞാൻ കാണിച്ചത്. മഴ നമ്മുടെ വ്ളോഗ് തുടങ്ങുമ്പോൾ തന്നെ മഴയുണ്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലാണ്, നല്ല വെയിൽ. രാവിലെ ഒരു 5 മണി, പുലർച്ചെ 5 മണി തൊട്ട് 7 മണി വരെ മഴ ചാറുണ്ടായിരുന്നു. പിന്നെ മൊത്തം വെയിൽ തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞ ഞായറാഴ്ച ഈ സൂപ്പർ മാർക്കറ്റ് തുറക്കാറില്ല. പക്ഷേ ഇന്നെന്താ തരില്ല, ഓണം കാരണം തുറന്നു തോന്നുന്നു. ഓണൊക്കെ അവറിയില്ലേ, ഉത്താട് ഓണൊക്കെ അവറിയില്ല. അപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിരുന്ന സമയമില്ല, അപ്പോൾ അതിന് തുറന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറിയ നമ്മൾ പറയുമ്പോഴേക്ക് വെയിൽ പായി. ഇപ്പോൾ വെയിലൊക്കെ മാറി ഇപ്പോൾ ചെറുതായിട്ട് തുള്ളി വരുന്നുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. മഴ പെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ വെയിൽ ഫുള്ളായിട്ട് പോയി. ഇപ്പോൾ ചെറുതായിട്ട് തുള്ളി വരുന്നുണ്ട്. മഴ പെയ്യുന്ന അതിൽ ചെറുതായിട്ട് തുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ചപ്പാത്തിയും പിന്നെ കടലക്കറി, മസാല കടലയുടെ കറി, മസാല കടലയുടെ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഞാൻ കുളിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ കുളിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോകാം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ചപ്പാത്തിയും പിന്നെ കടലക്കറി. ഞാൻ ഒരെണ്ണമാണ് കഴിക്കാറുള്ളൂ ചപ്പാത്തി. എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒരെണ്ണമാണ് കഴിക്കാറുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കുറച്ച് ചോറ് തന്നെ എടുക്കാറുള്ളൂ. മുട്ടച്ചോറാണ് സാധാരണ ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി കടലക്കറി എടുത്തു കഴിഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞു. നല്ല മഴക്കാരായിട്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ പോലെ നല്ല വ്യത്യാസമൊക്കെ വന്നിട്ട് നല്ല കാർമയൊക്കെ ഒരു ഡാർക്ക് ബ്ലൂയിഷ് ആയിട്ടിട്ട് കേട്ടോ. മൊത്തം ഇരുണ്ട് മഴ പെയ്യാൻ കണ്ട. മഴയുടെ സാധ്യത ചെറുതായിട്ട് തുള്ളി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ പോലെ പുറത്ത് നല്ല മഴ ഉണ്ട്. അപ്പോൾ വാതിലൊക്കെ അടച്ചിട്ട് സൗണ്ട് ചെറുതായിട്ട് ഉണ്ട്. എന്നാലും അത്യാവശ്യമില്ലേ വാതിലൊക്കെ അടച്ചിട്ട് കാരണം. അപ്പോൾ നമ്മൾ ഒരു ചലഞ്ച് വീഡിയോ എടുക്കാൻ പോവാണ്. ഗെസ് ഇറ്റ് ചലഞ്ച്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷൂട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ബേസ് ആയി നല്ല മഴ കേട്ടോ. കണ്ട, നമ്മൾ വീട്ടിൽ കയറിയത് നല്ല മഴ നോക്കി. ഫുൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നല്ല മഴ. ഞായറാഴ്ച അങ്ങനെ ഈ സമയത്ത് ഞായറാഴ്ച പതിവ് മഴ പെയ്യാറില്ല. നല്ല വെയിലാണ് ഞായറാഴ്ച. ഈ ഞായറാഴ്ച ഇതായിട്ട് ഇവിടെ മഴ പെയ്യാറില്ല. അന്ന് 2 ആഴ്ച മുമ്പ് നല്ല പ്രളയ സമയം പോലെ ഇവിടെ ഞായറാഴ്ച മൊത്തം വെയിലാണ്. ഇന്നാണിപ്പോൾ അധികം മഴ ഞായറാഴ്ച പെയ്തിട്ട് കേട്ടാ. അപ്പോൾ നല്ല മഴയുണ്ടോ. ഈ വീട് നമുക്കറിയില്ല, ചിലപ്പോൾ വെയിലാവും. ഇന്നത്തെ സമയത്ത് ഒരു 10 മിനിറ്റ് മഴ, 10 മിനിറ്റ് വെയിൽ, അങ്ങനെയാണ് ഈ ക്ലൈമറ്റ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ഷൂട്ട് ചെയ്യാം. ചലഞ്ച് വീഡിയോൻ്റെ ഷൂട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചലഞ്ച് വീഡിയോൻ്റെ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടിപൊളി ചലഞ്ചായിരുന്നു. ഗെസ് ദി ഐറ്റം ചലഞ്ചാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാത്തവർ പോയിട്ട് കാണാം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാ. അപ്പോൾ ഇപ്പോൾ സമയം 11:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഞായറാഴ്ചയൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ എന്ന് ചെയ്യുന്നതോ ഞായറാഴ്ച തുറക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇന്നിപ്പോൾ 2 സൂപ്പർ മാർക്കറ്റ് തുറന്നപ്പുറം ഇപ്പുറം. അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു സൂപ്പർ മാർക്കറ്റിന് മുകളിൽ കുറേ ഡയറി മിൽക്കും ജസ്റ്റ് നോക്കാൻ പോകും. വെറുതെ നോക്കാൻ പോകും. അവിടെ ഓണായി കഴിഞ്ഞാൽ സെയിലാന്നൊന്നുമില്ല. അപ്പം ജസ്റ്റ് വലിയ ഓഫറൊക്കെ എന്നിട്ട് നോക്കാൻ പോകും. അപ്പോൾ ഇപ്പം എന്താ ഓഫറൊക്കെ വന്നു തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. നമുക്ക് സൂപ്പർ മാർക്കറ്റ് അകത്ത് കയറാം. ഇത് സ്റ്റെപ്പൊക്കെ കയറിയിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ബിൽഡിംഗ് ആണ് ഇത് മൊത്തം. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോവാം. സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ട് സൂപ്പർ മാർക്കറ്റ് എത്തി ഞാൻ ഫസ്റ്റ് ലേസിൻ്റെ കോർണറിൽ നോക്കുക. ഇവിടെ ഫസ്റ്റ് മാഗിയുടെ ഉണ്ട്. പിന്നെ ചിക്കൻ നൂഡിൽസ്, മാഗീൻ്റെ കുപ്പ, പിന്നെ പല ഫ്ലേവറുണ്ട്. നോറിൻ്റെ മസാലയുണ്ട്. പിന്നെ ഇത് പാസ്ത ഷോട്ടുണ്ട്. ഇതിന് 50 രൂപയുണ്ട്. ഇത് ചെറിയ ഷോർട്ടിന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ബട്ടി, ചീസിൻ്റെ, ചോക്ലേറ്റ്, പിന്നെ ഇത് ലേസിൻ്റെ ഐറ്റംസ് ഇട്ടാൽ പാക്കറ്റ് ഐറ്റംസ്. പിന്നെ ഇതാണ് ഇപ്പോൾ ഫ്ലേവർ ടേസ്റ്റ് ഉള്ളത്. ഇതിൻ്റെ
പെരി പെരി ഇല്ല കേട്ടോ, ഇതിന് ടൊമാറ്റോ ഫ്ലേവർ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, പുതിയത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ലേസിൻ്റെ കോർണറാണ് കേട്ടോ മൊത്തം. ഇത് പിന്നെ മസാലയുടെ കറി പൗഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഫുൾ കാണിച്ചു എന്നുള്ളൂ. കാശ്മീരി മുളക് പൊടി മസാലയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നാളികേരത്തിൻ്റെ. ഇപ്പം ഇങ്ങനത്തെ ഇതൊക്കെ വന്നു തുടങ്ങി. കോക്കനട്ട് മിൽക്ക് പൗഡർ, ഇതൊന്നൊരു സംഭവം എനിക്കറിയില്ല. ഇത് കോൺഫ്ലവർ, പിന്നെ നെയ്യിൻ്റെ ഐറ്റംസ്, അവിയലിൻ്റെ റെഡി ടു ഈറ്റൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കണ്ട്. റെഡി ടു കുക്കിൻ്റെ അവിയൽ ഇതൊക്കെ എങ്ങനെയാണ് വേണ്ടത്, പാക്കറ്റിലൊക്കെ ആക്കി വെച്ച് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സാമ്പാറിൻ്റെ റെഡി ടു കുക്ക്, സാമ്പാറൊക്കെ റെഡി ടു കുക്ക് കിട്ടുമോ? പിന്നെ പേന, ബുക്ക്, പുട്ടുപൊടി, കപ്പ്, പേന, പെൻസിൽ, സ്കെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. കളർ പേപ്പർ, പിന്നെ കോരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ബിരിയാണിയിലൊക്കെ ഉണ്ട് മസാലക്കൂട്ടിൽ, അതൊക്കെ കണ്ട. കറിവേപ്പില, മറ്റേത് ഗ്രാമ്പൂ കണ്ട, എല്ലാ മസാലക്കൂട്ട് ഇതൊക്കെ കണ്ട. നോക്കിയ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ സോയാബീനൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ആദ്യമായിട്ട് വേണ്ട സോയ ചങ്ക്സ് എന്നുണ്ട് ഇതിന് പറയും, സോയ ചങ്ക്സ് എന്ന് വേറെ പേര്. ഇത്ര വലുപ്പമുള്ള സോയാബീന്, പിന്നെ കടല, മുതിര, പിന്നെ ഇങ്ങനത്തെ ഈ ഓറഞ്ച്, ഈ പരിപ്പാണ് നമ്മൾ കഴിക്കാറ്. ഓറഞ്ചൊക്കെ ഇപ്പോഴാണ് കണ്ടത്. പിന്നെ പൗഡറുകൾ കേട്ടോ, റൈസ് പൗഡർ, പിന്നെ പുട്ടുപൊടി, ഗ്ലാസ്, പിന്നെ പേപ്പർ ഗ്ലാസ്, സ്പൂൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അരി, ബിരിയാണി അരി, സാധാ അരിയൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ബാഗ് ബാക്കിലാണ് കേട്ടോ, അപ്പുറത്തെ ഫ്ലോറിൽ. പിന്നെ സ്പൂണ്, കുട്ടികളുടെ ലഞ്ചും പാത്രങ്ങളൊക്കെ. ഇനി നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന കൂൾ ഡ്രിങ്കിൻ്റെ സെക്ഷൻ നോക്കാം. അവിടെ മാംഗോ ജ്യൂസും, പിന്നെ കോൾഡ് കോഫി, ബൂസ്റ്റിൻ്റെ ഡ്രിങ്ക്, പിന്നെ കോൾഡ് കോഫി വാങ്ങിക്കുന്നുണ്ട്. 40 രൂപയാണ് ചെറിയ കുപ്പി കണ്ട. പിന്നെ റിയൽ ഫ്രൂട്ടിൻ്റെ പല പല ഫ്ലേവർ, പൈനാപ്പിൾ, ഗുവ, മാംഗോ അങ്ങനത്തെ. പിന്നെ യോഗർട്ടാണ് കേട്ടോ, പല പല ഫ്ലേവർ. കറണ്ടിൻ്റെ യോഗർട്ടിൻ്റെ പല പല ബ്ലൂബെറി, സ്ട്രോബെറി അങ്ങനെ. പിന്നെ പാലിക്കുണ്ട്, തൈര്, മോര് അങ്ങനെ. പിന്നെ സ്പ്രൈറ്റ്, കൊക്കക്കോള, മെറിൻഡ, സ്ലിപ്പ്, പിന്നെ മാംഗോ ജ്യൂസ്, ഫ്രൂട്ട് ആഡഡ് ജ്യൂസ് അങ്ങനെ. ഇതാണ് നമ്മുടെ ഫേവറേറ്റ്. നിങ്ങളും ഞാനൊക്കെ കാത്തിരുന്നത് ഡയറി മിൽക്ക്. ഞാൻ കുറേ നേരം ഇവിടെ വന്നാൽ കുറേ നേരം ഇവിടെ നോക്കിക്കും. പല പല സിൽക്കിൻ്റെ ഉണ്ട്, പിന്നെ 10 രൂപയുടെ, 100 രൂപയുടെ, പിന്നെ ആൽമണ്ടിൻ്റെ പല പല കാറ്റഗറിയിൽ ഡയറി മിൽക്കാണുള്ളത്. എൻ്റെ പൊന്നോ, എല്ലാത്തിനും ഒരു നല്ല വില. 100-500 ഇടയിലുള്ള ഡയറി മിൽക്ക് ഫുൾ കൂടി ഉണ്ട്. ആൽമണ്ടിൻ്റെ, ഫാൻറ്റസിയുടെ, സിൽക്കിൻ്റെ, പിന്നെ റോസ്റ്റഡ് നട്ട്സ്, കാഷ്യൂസ് അങ്ങനെ 100 വരെ. സാധാരണ നോർമൽ ഡയറി മിൽക്കിൽ 100 തുടങ്ങുന്നത്. 100 20 10 തുടങ്ങുന്നത്. 10 ചെറുതാണ്, 100 വാങ്ങിച്ച കാര്യമല്ലോ. പിന്നെ സിൽക്ക്, പിന്നെ കിറ്റ് കാറ്റ്, ഗാലക്സി, ഡയറി മിൽക്കി ബാർ, സ്നിക്കേഴ്സ് ഒക്കെ അടിപൊളിയാണ്, വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫേവറേറ്റ് മഞ്ച്, 5 സ്റ്റാർസ് അങ്ങനത്തെ ഒക്കെ. ഇതൊക്കെ കാണുമ്പോൾ കൊതിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ കേക്ക് ഉണ്ട്, ചെറിയ 30 രൂപയുടെ കേക്കില്ല, റെഡ് വെൽവെറ്റ് അങ്ങനത്തെ ഒക്കെ കുറേ ഫ്രൂട്ട് കേക്ക് ഉണ്ട്. പിന്നെ ബിസ്ക്കറ്റ് കുറേ ടൈപ്പ്, ബൗൺസ്, ഹൈഡ് ആൻഡ് സീക്ക്, ഡാർക്ക് ഫാൻറ്റസി, ഓറിയോ, പിന്നെ പല പല ഫ്ലേവറിൽ. ഇതാണ് ഇന്നത്തെ ഓണത്തിൻ്റെ ഓഫറായിട്ട് വന്നേക്കുന്നത്. ലൊട്ടി പൊപ്പി 10 രൂപ, 10 പീസാണുള്ളത്, പെർ പീസ് 10 വെച്ചിട്ട് ആ ഓഫർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡോണറ്റിൻ്റെ കേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ കുനാഫ ഫ്ലേവറിലെ കേക്ക് ഇത് വന്നിട്ടുണ്ട്, 25 രൂപയുണ്ട് കണ്ട. കുനാഫ ഫ്ലേവറിലെ ഡോണറ്റിൻ്റെ ഇതിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ്. ഇപ്പോൾ കണ്ടേക്കുന്നത് സ്ട്രോബെറിയുടെയും മാംഗോൻ്റെയും ചോക്ലേറ്റ്, പിന്നെ പിസ്ത അങ്ങനത്തെ 4 ഫ്ലേവറിൻ്റെ കുനാഫ ചോക്ലേറ്റാണ് ഇറങ്ങിയേക്കുന്നത്. 25 രൂപ ഒരു പാക്കറ്റിന്. പിന്നെ കിൻഡർ ജോയ്, അത് പിന്നെ മൊത്തം എന്നും അതെ 50 രൂപയുടെ മുകളിൽ തന്നെ കിട്ടില്ല. പിന്നെ സ്ലിപ്പ്, ഇത് പുതുതായി ഇറങ്ങിയതാണ് കേട്ടോ, ക്രഞ്ചി ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ, വേഫേഴ്സ് ഒക്കെ പോലെ. നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പൊ സമയം 12 മണിയൊക്കെ ആയിട്ട് 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരം ഉള്ളി വിടുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഷോപ്പിലേക്ക് പോയത് വെറുതെ നോക്കാൻ. അവിടെ വേറെ കാര്യമായിട്ട് ഓഫറില് ലോട്ടോപ്പായില്ലേ, ചോക്ലേറ്റിന് ലാസ്റ്റ് ആയിട്ട് കാണിച്ചിരുന്നു ഓഫർ. അതങ്ങോട്ട് 10 എണ്ണത്തിന് അങ്ങോട്ട് ഉള്ളത് ഒരു ഓഫർ പ്രൈസിന് 80 രൂപയ്ക്ക് അങ്ങോട്ട് 10 എണ്ണത്തിനുണ്ട്. അത് വലുതാണെന്നുണ്ട്. നമുക്ക് തവിയിൽ വെച്ച് കുക്ക് ചെയ്യാന്നൊക്കെ പറയണ്ട. അപ്പൊ അത് കുറച്ചുകൂടി ചോക്ലേറ്റ് ക്രീമായിട്ട് കിട്ടുന്നതൊക്കെ പറയണ്ട. അത് ശരിയാണെന്ന് എനിക്കറിയില്ല. അവർ കടയിലും പിന്നെ മറ്റേ ആ പാക്കറ്റൊക്കെ എഴുതിച്ചതാണ്. അപ്പോൾ ഒന്ന് വാങ്ങിച്ച കാര്യമായിട്ട് ഡയറി മിൽക്കിന് ഓഫർ വന്ന് വെറുതെ കാര്യമായിട്ടൊന്നും ഓഫറില്ല. ചെറുതായിട്ട് എന്ത് ഓഫർ ഉണ്ട്. പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോഴേ എനിക്ക് ഐറ്റംസ് ഒക്കെ ജസ്റ്റ് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ മൊത്തം ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നെ. അപ്പോൾ ഇവിടെ അത് മിക്സർ വാങ്ങിച്ചിട്ടുണ്ട്. മിക്സർ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, മുമ്പ് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ. മുമ്പ് സ്നാക്ക് ബോക്സിൽ ഇരിക്കുന്നതാണ് മിക്സർ. അതുകൊണ്ട് മിക്സറാണ് ഇപ്പോൾ സ്നാക്സ് ടൈം കഴിയും, 12 മണി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മിക്സർ നമുക്ക് കഴിക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ കുറഞ്ഞ മിച്ചർ എടുത്തിട്ടുണ്ടോ. ഞാൻ സാധാ കുറച്ചുകൂടി എക്സ്ട്രാ മിച്ചർ എടുക്കാറുണ്ട്, പക്ഷേ മിച്ചർ കുറവാണുണ്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തു. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാമെന്ന് വെച്ചാണ്. അപ്പോൾ അതാ മിച്ചർ തന്നെ കഴിക്കാൻ വേണ്ടത്. കണ്ട, ഈ കപ്പലണ്ടിയാണ് മിച്ചത്തെ കൂടുതൽ ഇഷ്ടമായിട്ട്. കണ്ട കപ്പലണ്ടി ടോപ്പിൽ മൊത്തം കപ്പലണ്ടി ഫസ്റ്റ് തന്നെ കപ്പലണ്ടി കിട്ടി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മിച്ചറൊക്കെ കഴിക്കുമ്പോൾ കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറക്കി എടുക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യിട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. കപ്പലണ്ടി എനിക്ക് കൂടുതൽ ഇഷ്ടം. കപ്പലണ്ടി മിച്ചർ ഒരുമിച്ച് മിക്സ് ചെയ്യാം. കപ്പലണ്ടി മാത്രം കഴിക്കാനും ഇഷ്ടം, മിച്ചറിൻ്റെ കൂടെ കപ്പലണ്ടി കഴിക്കാനും ഇഷ്ടമാണ്. ഇതുപോലെ കുറേ പേരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കമൻറ്റ് ചെയ്യട്ടെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കപ്പലണ്ടി കഴിക്കാം. കപ്പലണ്ടി ഇല്ല, മിച്ചർ കഴിക്കാം. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാറായി. 12:15 കേട്ടോ സമയം. അപ്പോൾ 12:45 നമുക്കിന്ന് ചോറില്ല. നമുക്കിന്ന് മന്തി വാങ്ങിക്കാമെന്ന് വെച്ചു. ഒരു ഹാഫ് മന്തിയൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചു. കുഴിമന്തി, ചിക്കൻ മന്തിയാണ് ആൾക്കാർ മന്തി എന്ന് അറിയില്ല. ഓഫർ അനുസരിച്ച് വാങ്ങിക്കുക. ഓഫർ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് അവിടെ. കുഴിമന്തിൻ്റെ സ്ഥലത്ത് ഓഫർ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓഫർ ഉണ്ടെങ്കിലേ വാങ്ങിക്കുള്ളൂ. ചിലപ്പോൾ ചിക്കൻ വാങ്ങിക്കും, ചിലപ്പോൾ അൽഫാം മന്തി വാങ്ങിക്കും. ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ അൽഫാം കുഴിമന്തി ഉണ്ടോ വെച്ചാൽ ഹദി കുഴിമന്തിന്ന്. അപ്പോൾ ഹാഫാണ് വാങ്ങിച്ചത്. കുഴിമന്തി പകർത്തുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോൻ്റെ കാര്യം മറന്നു ഭക്ഷണം കാണുമ്പോൾ. അതാണ് എൻ്റെ സ്വഭാവം. പിന്നെ ഹദി കുഴിമന്തിനാണ് നമ്മൾ വാങ്ങിച്ചത്. അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ പ്ലേറ്റിലും വേറെ വൈകുന്നേരത്തേക്ക് വേണ്ടി കുറച്ചുകൂടി മന്തി റൈസാണ് കേട്ടോ. അൽഫാം വേറെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഒരു ലെഗ് പീസിൻ്റെ ഹാഫ് അൽഫാം ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് റൈസ് വെക്കുന്നുണ്ട് നമ്മൾ. അൽഫാം മന്തിയുടെ കൂടെ നമുക്ക് മയോണൈസും പിന്നെ തക്കാളിയുടെ ഒരു സിറപ്പ് പോലത്തെ സംഭവമാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അൽഫാമിൻ്റെ പീസൊക്കെ ബാക്കി നമ്മൾ രാത്രിക്ക് കുറച്ച് ബാക്കി വെക്കാനിട്ട്. പിന്നെ തക്കാളിയുടെ ഞാൻ പറഞ്ഞില്ലേ സിറപ്പ് പോലെ തക്കാളിയും മുളകും വെള്ളം എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് വെക്കണം. മയോണൈസ് ഒരു ചെപ്പുണ്ടെന്നുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് എടുത്തു. പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് പരിപ്പ് കറി വയ്ക്കാൻ കേട്ടോ. പരിപ്പ് കുത്തി കാച്ചിയതിൻ്റെ കറി ഇട്ട് നല്ല സ്മെല്ല്. ഇപ്പോൾ തന്നെ നമ്മൾ ചൂടോട് പോയി വെച്ചിട്ടാണ്, അതാണ് ആവി പോകണത്. ഇത് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അൽഫാം മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്. ഹദി കുഴിമന്തിയാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ഹാഫാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞിട്ടില്ല, നിറഞ്ഞു എന്ന് പറഞ്ഞാൽ നിറഞ്ഞു. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഹാഫ് ആയാലും അധികം ഇല്ലല്ലോ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ട്. രാത്രിക്കാണ് വെച്ചേക്കുന്നത്, അതിന് അധികം എടുത്തില്ല. പിന്നെ കുറച്ച് അൽഫാമിൻ്റെ ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞായറാഴ്ച അതിന് അധികം പുറത്ത് വണ്ടികളിലില്ല. അപ്പോൾ നമുക്ക് മുറ്റത്ത് കുറച്ച് നിൽക്കാം. അങ്ങനെ കുറച്ചത് ഞാൻ വെറുതെ പേപ്പർ നോക്കിയപ്പോഴൊക്കെ KFCയുടെ ഓഫർ ബിഗ് ബക്കറ്റ് സേവർ എന്ന് പറഞ്ഞിട്ട് ഓണം സ്പെഷ്യലിൻ്റെ കാണുമ്പോൾ കൊതി വരുന്നുണ്ട്, പക്ഷെ വാങ്ങിക്കാൻ പൈസ ഇല്ല. ഓഫർ എന്തായാലും 31 ഓഗസ്റ്റ് അവിടെ വരുന്നുണ്ട്. ഓണം ഓഫറാന്ന് തോന്നുന്നുണ്ട് എന്തായാലും. വായിന്ന് വെള്ളം വന്നിട്ട് ചിലപ്പോൾ പെറ്റിക്ക് വാങ്ങിക്കും. എന്തായാലും വാങ്ങിക്കണമെങ്കിൽ വ്ളോഗ് വരും. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഈ ആകാശത്തിൽ നമ്മുടെ സ്കൈ റോപ്പിൽ അത് വരുന്നുണ്ട് കേട്ടോ. അതിരപ്പള്ളി സിൽവർ സ്റ്റോമിൽ അങ്ങനത്തെ സെറ്റപ്പ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. പുതിയ മുഖ്യമന്ത്രി വന്നിട്ട് ആദ്യത്തെ നല്ല കാര്യമാണ് ചെയ്തത് കേട്ടോ. ഈ സ്കൈ റോപ്പിൻ്റെ ഇത് അതിരപ്പള്ളി സിൽവർ സ്റ്റോമിൽ ഇന്നോട്ട് തുടങ്ങി. ഇത് മൂന്നാറിലാണ് കൂടുതലുള്ളത്. ഇന്നോട്ട് ഇവിടെ വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ സമയം 4 മണിയായിട്ട് നല്ല സൂര്യൻ ഉദിച്ച് നല്ല കട്ടി വെയിൽ. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് വെയിൽ. കണ്ണുമാക്കി പുളിക്കുകയാണ് കണ്ണു നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തുറന്ന ഷോപ്പ് കാണിച്ചില്ല. അത് ഉച്ചയ്ക്കാകുമ്പോൾ അടച്ച് ചോറിനാൻ പോയിക്കാണ് കേട്ടോ. അവർ ഇനി 5 മണിക്ക് വരുള്ളൂ തിരിച്ച്. ഞായറാഴ്ച ഞാൻ പിന്നെ പറയണ്ട, വണ്ടികൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും പോവും. വേറൊരു സംഭവം കൂടി കാണിച്ചത് ഓണൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ഓണ സമയത്ത് എപ്പോഴും അതെ ഇവിടെ ഈ പൂവ് പെട്ടെന്ന് പൂക്കും. അതെന്താ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. അറിയണവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഈ പൂവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓളമർത്തുക. എന്നാലും നമ്മൾ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.